നമസ്കാരം. വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്ന വാർത്തകളാണ് ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ സാമൂഹിക ക്ഷേമ പെൻഷൻ ഏകദേശം 1382 ആളുകൾ സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു, അതായത് മോഷ്ടിക്കുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാമൂഹിക പെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിൽ ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുവാൻ മറ്റ് വഴികളൊന്നുമില്ലാത്ത വിധവകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷനാണ് സാമൂഹിക പെൻഷൻ എന്ന് പറയുന്നത്. ആ സാമൂഹിക പെൻഷനിൽ വരെ തിരിമറി നടത്തി ആ പെൻഷൻ വരെ കൈപ്പറ്റുന്ന 5 അക്ക ശമ്പളം മേടിക്കുന്ന ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ വരെയുള്ള ഉദ്യോഗസ്ഥർ, അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സർവീസിലുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് പലിശ സഹിതം ആ തുക തിരിച്ചു പിടിക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. എന്നിട്ട് അതിനുശേഷം അവർക്ക് സാമൂഹ്യ പെൻഷൻ മാത്രമായിട്ട് നിജപ്പെടുത്തുകയാണ്. സാമൂഹിക പെൻഷൻ മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ട് അവർ ഈ സർക്കാർ സർവീസിൽ ജോലി ചെയ്യണം. ഇത് കൂടാണ്ട് ഈ ശമ്പളം ഒന്നും കൂടാതെ കേരളത്തിൽ കിമ്പളം കൈപ്പറ്റാത്ത എത്ര ഗസറ്റഡ് ഓഫീസർമാരുണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും നമ്മൾ അപമാനിക്കുന്നതല്ല. കാരണം എന്ത് കാര്യത്തിനാണെങ്കിലും കിമ്പളം കൈപ്പറ്റാതെ ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ നമുക്ക് അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മളുടെ അക്ഷയ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഈ നിലം പുരയിടമാക്കുക അങ്ങനെയൊക്കെയുള്ള ചില ഓഫീസിൽ പോകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇത്രയും വലിയൊരു ശമ്പളം കൈപ്പറ്റുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ഈ സാമൂഹിക ക്ഷേമ പെൻഷൻ എന്ന പിച്ചക്കാശിൽ കൈയിട്ട് വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാപ്പ് കൊടുക്കാനായിട്ട് സർക്കാർ ഒരു തരത്തിലും തയ്യാറാവരുത്. അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 1438 പേര് ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ വാങ്ങി എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ. ഈ കണക്കുകൾ പ്രകാരം വലിയ തുക, ഇവർ ചെറിയ തുകയാണെങ്കിൽ പോലും അത് വലിയ തുക വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നുള്ളത് ആരും അത്ഭുതപ്പെടുന്ന സംഭവമാണ്. കാരണം നമുക്കറിയാം, സർക്കാർ സർവീസിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ തന്നെ നിരവധിയായ നൂലാമാലകളുണ്ട്. നമ്മൾ ഈ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടണമെങ്കിൽ മസ്റ്ററിംഗ് മാത്രമല്ല, ഇത് അവിടെയുള്ള ജനപ്രതിനിധികളുടെ ഒപ്പ് വേണം. ജനപ്രതിനിധികൾ അറിയാതെ ഒരു കാരണവശാലും ഒരു പ്രദേശത്തെയും ആളുകൾ ഈ ക്ഷേമ പദ്ധതിയിലേക്ക് ഉൾപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ആരാണ് കൃത്രിമം കാണിച്ചത്, എങ്ങനെയാണ് കൃത്രിമം കാണിച്ചത്, ഇത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ഇതേ സമയത്താണല്ലോ മറിയ ചേടത്തി വലിയ പണക്കാരിയാണെന്നും അതുകൊണ്ട് അവർക്ക് പെൻഷൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും അവരുടെ മകൾ അമേരിക്കയിലാണെന്നും അവർക്ക് വലിയ സ്വത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനിയിൽ വാർത്ത ചെയ്തിട്ടുണ്ട്. എന്താണ് ദേശാഭിമാനി ഇത്തരം കാര്യങ്ങളിൽ ഇനി ഒരു നിലപാട് സ്വീകരിക്കാൻ നമ്മൾ കാണേണ്ടതുണ്ട്. വലിയ തരത്തിൽ രാഷ്ട്രീയ തിരിച്ചടിക്കൊക്കെ കാരണമായതാണ് മരിച്ചെടുത്ത് പിച്ചച്ചട്ടിയുമായിട്ട് നടക്കുന്നത്. പിച്ചച്ചട്ടിയുമായി നടക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ ജീവിച്ചിരിക്കെ തന്നെ ഇത്തരത്തിൽ ധനാഢ്യന്മാരായ ഉദ്യോഗസ്ഥന്മാർ വലിയ രീതിയിൽ കൃത്രിമം കാണിച്ച് പൈസ മേടിക്കും. നമ്മളിപ്പം ഈ 2018 വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ക്ഷേമനിധിയിലേക്ക് പോയ പൈസയിൽ നിന്നും എറണാകുളം കളക്ടറേറ്റിൽ മാത്രം ഒരു ഉദ്യോഗസ്ഥൻ 1,28,00,000 രൂപ അടിച്ചു മാറ്റിയ കേസ് നമ്മൾ മറന്നിട്ടില്ല. മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടന്നു. ട്രഷറിയിൽ നിന്നും കോടികൾ അടിച്ചു മാറ്റിയ കേസ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പം ഈ കോട്ടയം നഗരസഭയിൽ ഇതുപോലെ വലിയൊരു തട്ടിപ്പ് നടന്നു. കേരളത്തിൽ ആകമാനം ഇതുപോലെയുള്ള വലിയ തട്ടിപ്പുകൾ നടക്കുകയും ഇവർക്കൊന്നും യഥാർത്ഥ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നമ്മുടെ എറണാകുളം കളക്ടറേറ്റിൽ നടന്ന ഈ കോടികളുടെ തട്ടിപ്പ്, ലക്ഷങ്ങളുടെ തട്ടിപ്പിൽ എന്ത് നിലപാടാണ് അവർക്കെതിരെ സ്വീകരിച്ചത്? ഇപ്പം അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരാൾ മാത്രം, ഒരു ക്ലർക്ക് മാത്രം വിചാരിച്ച് ഇത്രയും പൈസ തട്ടിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്തരം തട്ടിപ്പന്മാർക്ക് എല്ലാ കാലത്തും ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതികളും പൊതുപ്രവർത്തകരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അവർക്ക് അനുകൂലമായ നിലപാടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിക്കും. നമ്മൾ ഇതിൽ തന്നെ വിചിത്രമായി നമുക്ക് ഈ അനധികൃതമായി പണം സർക്കാരിന് അടിച്ചു മാറ്റിയത് മാത്രമല്ല ഇതിൽ കേസ്. ഇത് സാധാരണക്കാരായ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന വികലാംഗര്, അതുപോലെയുള്ള ഇത്തരത്തിലുള്ള പെൻഷൻ മേടിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യസമയത്തിന് പെൻഷൻ കൊടുക്കാതിരിക്കുകയും അതിനുവേണ്ടി അവർ വലിയ രീതിയിൽ സമരമൊക്കെ ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം വരെ ഇവിടെ ഉണ്ട്. ഇതേ സാഹചര്യത്തിൽ ഇത്തരം ആളുകൾ പണം അടിച്ചു മാറ്റുകയും ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ വലിയൊരു സാധ്യത നമ്മൾ കാണാതെ പോകരുത്. ഒരുപക്ഷെ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ പേരിൽ സാമൂഹിക പെൻഷൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാമൂഹിക പെൻഷൻ വിതരണം ചെയ്യുന്ന ഒരു ഏജന്റ് ഉണ്ട്.
അത് ഏജന്റ് ആരും ആയിക്കൊള്ളട്ടെ, ഞാൻ പറയുന്നില്ല. കാരണം അത് എനിക്ക് തോന്നുന്നു ചില സഹകരണ ബാങ്കുകൾ വഴിയൊക്കെയാണ് ഈ സാമൂഹികക്ഷേമ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ചില ഏരിയകളിൽ കുറേയധികം ആളുകളെ സാമൂഹിക പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തട്ടിപ്പ് നടന്നാവാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. കാരണം എനിക്ക് തോന്നുന്നു, കാരണം ഒരു 1600 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗസറ്റഡ് ഓഫീസർ തന്റെ കരിയറും തന്റെ അഭിമാനവും കൊണ്ട് പണയം വെക്കാനായിട്ട് തയ്യാറാകുമോ? കാര്യം നമ്മൾ പറഞ്ഞു, കാരണം ഗസറ്റഡ് ഓഫീസർമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ബലമായ ഒരു സംശയമാണ്, 5 അക്ക ശമ്പളം മേടിക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ ഇതുപോലെ ഒരു 1600 രൂപയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ കരിയർ നശിപ്പിക്കാൻ തയ്യാറാകുമോ? അല്ല, പക്ഷെ എന്താണ് ഇത് സംഭവിച്ചെന്നുള്ളൊരു വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി സർക്കാർ തയ്യാറാവണം. കാരണം നമ്മൾ നോക്കൂ, ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇത്തരത്തിലുള്ള വിവിധങ്ങളായ സർക്കാർ മേഖലയിൽ ഇത്തരം തട്ടിപ്പുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ ഇതിനൊന്നൊരു മോണിറ്ററിംഗ് സംവിധാനം ഇല്ല എന്നുള്ള അവസ്ഥയാണോ? അപ്പൊ അങ്ങനെയെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ടാവില്ലേ? ഇനിയും നടക്കാൻ സാധ്യതയില്ലേ? സർക്കാർ പണം അടിച്ചു മാറ്റുന്നു എന്ന് പറയുന്നത്, ഈ സർക്കാർ പണം എന്ന് പറയുന്ന ആരുടെ പണമാണ്? ജനങ്ങളുടെ പണം തന്നെയാണ്. നികുതി പണം അടിച്ചു മാറ്റുന്നു. ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ല, മറ്റൊന്നിനും പണമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇവിടെ അരങ്ങേറുന്നത്. ഇത് വിചിത്രമായൊരു നിലപാടല്ലേ? അവർക്ക് ആരാണ് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥനല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേ സ്കെയിലിൽ എത്ര പണം വരണം എന്നും അത് കൃത്യമായി വരുന്നുണ്ടോ എന്നൊക്കെ സംവിധാനങ്ങളില്ലേ ഇവിടെ? ഇത് അയാൾക്ക് 1600 രൂപ, 1800 രൂപ, 2000 രൂപയൊക്കെ അക്കൗണ്ടിൽ അധികം വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാനും അത് എൻ്റെ പണമല്ല എന്ന് പറയാനും ഒക്കെ അദ്ദേഹം ആർജവം കാണിക്കണ്ടേ? അതിനു പകരം അദ്ദേഹം ഈ പണം കൃത്യമായി മേടിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ പലിശ സഹിതം തിരിച്ചു മേടിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ ആക്ട് പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരില്ലേ? ഇത് ആരാണ്, എങ്ങനെയാണ് മനസ്സിലാവുക? ഇപ്പൊ സിബി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ രീതിയിലാണ് അത് ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന ഭാഗമാണ്. ഈ ഗൂഢാലോചന പുറത്തു വരണമെന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗൂഢാലോചനയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഗസറ്റഡ് ഓഫീസർക്ക് അത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. ഒരു ഗസറ്റഡ് ഓഫീസർ റാങ്കിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ ചിലപ്പോൾ ഒരു പക്ഷേ താൽക്കാലിക ജീവനക്കാർ ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഒരു പക്ഷേ ഈ സാമൂഹിക പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടാവും. താൽക്കാലിക ജീവനക്കാരനൊന്നും സാമൂഹ്യ പെൻഷൻ അനുവദിക്കാൻ കഴിയില്ലെന്നേ. കാരണം സാമൂഹ്യ പെൻഷൻ കിട്ടുന്നതൊക്കെ വേറെ രീതിയിലാണല്ലോ. ഇപ്പൊ വികലാംഗനാണെങ്കിൽ അദ്ദേഹത്തിന് വികലാംഗനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പെൻഷൻ അംഗീകാരം ഉണ്ടാവില്ല. ഈ ഒരു തരത്തിലും ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമാണ് സാമൂഹ്യ പെൻഷൻ ജീവിക്കാൻ മറ്റു വരുമാന മാർഗങ്ങളില്ലാത്തവർക്കും ശാരീരികമായും വലിയ അവശതകളൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ പെൻഷൻ കിട്ടുകയുള്ളൂ എന്നിരിക്കെ ഈ പെൻഷൻ പദ്ധതിയിൽ ആരാണ് കൈയിട്ട് വാരി എന്നുള്ളത് കേരളം അറിയണം. കാരണം ദീർഘകാലമായി നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, PSCയിൽ പരീക്ഷ പോലും എഴുതാതെ ജോലിക്ക് കയറിയ എത്ര ആൾക്കാരുണ്ടായി? എങ്ങനെയാണ് ഇവർക്കൊക്കെ ജോലി കിട്ടിയത്? പോലീസ് റാങ്കിൽ വന്ന് കൂടിയ ആളുകൾ പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വലിയ കേസിൽ പ്രതിയായപ്പോഴാണല്ലോ അദ്ദേഹം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് അറിഞ്ഞത്. എന്തെല്ലാം തട്ടിപ്പുകൾ ഇവിടെ ഇറങ്ങിയിരുന്നു? PSC ചോദ്യപേപ്പർ ചോർത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല ഇവിടെ. സാമൂഹിക പെൻഷൻ കൈപ്പറ്റുന്നത് ഗവൺമെന്റ് ജീവനക്കാർ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൈപ്പറ്റുന്നതെങ്കിൽ ഈ 1600 രൂപ അത് സാധാരണക്കാരുടെ പിച്ചച്ചട്ടിൽ കൈവിറ്റ് വരുന്നതിന് തുല്യമാണ്. അത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കർശനമായിട്ട് അവരെ പിരിച്ചു കൊടുക്കാൻ തന്നെ ആണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് മറിച്ച് അവരുടെ കയ്യിൽ നിന്ന് പലിശ സഹിതം തിരിച്ചു ന്യായമാണ് അവർ ചെയ്ത അല്ലെങ്കിൽ അത്തരത്തിൽ ഈ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സമൂഹത്തിൽ കുറ്റം എന്തിനാണ് ഒരാളെ തൂക്കിക്കൊല്ലുന്നത്? ഇനി അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ്. തീർച്ചയായിട്ടും. അപ്പം ഇത്തരത്തിലുള്ള വാണിംഗ് കൊടുക്കുമ്പോൾ ഇനി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനി അരങ്ങേറാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കണം. അല്ലാതെ അവർ അധിക പൈസ അനധികൃതമായി രേഖയുണ്ടാക്കി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരെ സർവീസ് പിരിച്ചുകൊണ്ടും. അവരാണ് വ്യാജരേഖ ഉണ്ടാക്കിയെങ്കിൽ, ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയെങ്കിൽ ഒരു സംശയം വേണ്ട, അവരെ സർവീസ് പിരിച്ചുകൊണ്ടും. ഇവിടെ സർക്കാർ ജീവനക്കാർ മാത്രമല്ലല്ലോ ജീവിക്കുന്നത്, ഒരുപാട് ആൾക്കാർ ജീവിക്കട്ടെ. അവരെ സാധാരണ തൊഴിലെടുത്ത് ജീവിച്ചാൽ മതി. സർക്കാരിനെ സേവിച്ചുകൊണ്ട് സർക്കാരിന്റെ പണം അടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്കെതിരെ കർശനമായ നിലപാടും അതുപോലെ തന്നെ സമൂഹത്തിന് നീതി ലഭിക്കുന്ന രീതിയിൽ ഇവരെ ശിക്ഷാവിധേയമാക്കണം എന്ന് തന്നെയാണ് ഇതിലെ അഭിപ്രായം. ഇതിൽ യാതൊരു തരത്തിലും വിട്ടുവീഴ്ച പാടില്ല. സർക്കാരിന് എന്തെങ്കിലും തരത്തിൽ ആർജവമുണ്ടെങ്കിൽ, രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്ന സർക്കാരാണല്ലോ നമ്മളിവിടെയുള്ളത്, അതുകൊണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി വലിയ രക്ഷാപ്രവർത്തനത്തിന് ഈ സർക്കാർ എന്തായാലും മുതിരണം. അതിനുവേണ്ടി പോലീസും വിജിലൻസും ഒക്കെ വലിയ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് എനിക്കുള്ള അഭിപ്രായം. കാരണം ഒരു തരത്തിൽ നമ്മൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഗസറ്റഡ് ഓഫീസർമാരൊക്കെ സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മൾ
നടുക്കം ഉളവാക്കുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ ഒരാളെങ്കിലും അറിഞ്ഞുകൊണ്ട് പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും ആ സർവീസിൽ തുടരാൻ അർഹനല്ല. മറിച്ച് ഈ സാമൂഹിക ക്ഷേമ പെൻഷൻ മേടിച്ചിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പലിശ സഹിതം തിരിച്ചു പിടിക്കുവാനുള്ള ഒരു നടപടിയല്ല സർക്കാർ സ്വീകരിക്കേണ്ടത്. അവരെ പിരിച്ചുവിടുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.